ഹോൺബിൽ ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ നാഗാലാൻഡിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലായിട്ടുള്ള ഓലയാങ് ഫെസ്റ്റിവലിലാണ് ഞങ്ങളുള്ളത്. കോനിയാക് ഗോത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടവും വർണ്ണാഭവുമായ ഉത്സവമാണിത്. ഞാനും നിവേദും ഈ ആഘോഷം കാണാൻ വേണ്ടി മോൺ ഡിസ്ട്രിക്റ്റിലെ മോൺ സിറ്റിക്കടുത്തുള്ള ഹെറിറ്റേജ് ഗ്രൗണ്ടിലെത്തിയിരിക്കുകയാണ്. ആഘോഷങ്ങളുടെ നടുവിലൂടെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇത് വസന്തകാലത്തിൻ്റെ വരവും പുതിയ കൃഷിവർഷത്തിൻ്റെ തുടക്കവും ആഘോഷിക്കുന്ന ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. ഏപ്രിൽ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ ഏകദേശം 6 ദിവസത്തോളം ഈ ആഘോഷം നീണ്ടു നിൽക്കുന്നു. ഓലയാങ് എന്നത് കേവലം ഒരു ആഘോഷം മാത്രമല്ല, കോനിയാക് ജനതയുടെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തിൽ അതിന് വലിയ സ്ഥാനമുണ്ട്. തണുപ്പുകാലം കഴിഞ്ഞ് പ്രകൃതി വീണ്ടും ഉണരുന്നതിൻ്റെ സൂചനയാണ് ഈ ഉത്സവം. പൂക്കൾ വിരിയുന്നതും പുതിയ ഇലകൾ വരുന്നതും ഈ സമയത്താണ്. വിത്തുകൾ വിതച്ച് പുതിയ കൃഷി ആരംഭിക്കുന്നതിൻ്റെ പ്രതീകമാണിത്. നല്ല വിളവിന് വേണ്ടി പ്രാർത്ഥനകളും ചടങ്ങുകളും നടത്തുന്നു. ഈ സമയത്ത് കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേരുന്നു, പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും വിരുന്നുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. കോനിയാക് ഗോത്രത്തിൻ്റെ തനതായ വസ്ത്രധാരണം, ആഭരണങ്ങൾ, നൃത്തങ്ങൾ, പാട്ടുകൾ, നാടൻകളികൾ എന്നിവ ഈ ഉത്സവത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് അവരുടെ പൈതൃകം സംരക്ഷിക്കുന്നതിനും അടുത്ത തലമുറക്ക് കൈമാറുന്നതിനും സഹായിക്കുന്നുണ്ട്. ഈ സമയത്ത് പൂർവികരെയും ആത്മാക്കളെയും സ്മരിക്കുകയും അവർക്ക് ബലി അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ അനുഗ്രഹം തേടുന്നത് ഒരു പ്രധാന ആചാരമാണ്. ഓലയാങ് 6 ദിവസങ്ങളിലാണ് ആഘോഷിക്കപ്പെടുന്നത്. ഓരോ ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഞങ്ങൾ ഇതിൽ അവസാന ദിവസം 6ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ജീവിതത്തിൽ ഒരിക്കലും കാണുമെന്ന് കരുതാത്ത വിസ്മയ കാഴ്ചകളുടെ ലോകത്തേക്ക് നമുക്ക് പോകാം. ഇവരുടെ കയ്യിലുള്ള ഈ ഡബിൾ ബാരൽ തോക്കാണ്. ഈ ഡബിൾ ബാരൽ തോക്കിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ബ്രിട്ടീഷുകാർക്ക് നാഗാലാൻഡിൽ കീഴടക്കാൻ കഴിയാത്ത ഒരു പ്രദേശം കൂടിയായിരുന്നു ഈ കോനിയാക് ട്രൈബുള്ള ഈ ഒരു പ്രദേശം, മോൺ ഡിസ്ട്രിക്റ്റിൻ്റെ ഈ ഒരു ഭാഗം. കാരണം ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്നത് സിംഗിൾ ബാരൽ തോക്കായിരുന്നു, ഇവരുടെ കയ്യിൽ ഡബിൾ ബാരൽ തോക്ക്. ബ്രിട്ടീഷുകാർക്ക് ഇവരുടെ ധീരമായ ചെറുത്തുനിൽപ്പിന് മുമ്പിൽ പകച്ചു നിൽക്കാനാണ് കഴിഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ ഒരു കത്തി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ നിന്ന് കത്തിയിൽ നിന്ന് വ്യത്യാസമുണ്ട്. പിന്നെ പിടി വലുതാണ്. പിടിയും അതേപോലെയുള്ള ആ ഇരുമ്പിൻ്റെ ആ ഒരു ഭാഗവും അത് രണ്ടും ഏകദേശം സമമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി കുന്തം, അവരുടെ കയ്യിലുള്ള കുന്തം, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയായിരുന്നു അവർ ബ്രിട്ടീഷുകാരെ ചെറുത്ത് തോൽപ്പിച്ചിരുന്നത്. കാരണം അവരുടെ തൊപ്പിയുടെ മുകളിൽ ഉള്ള ആ ഒരു തൂവൽ കണ്ടിട്ടുണ്ടാവും. ഈ തൂവലാണ് നമ്മുടെ വേയാമ്പൽ പക്ഷിയുടെ തൂവലാണിത്. അതേപോലെ തന്നെ അവർ തലയിൽ അണിഞ്ഞിട്ടുള്ളത് നമ്മുടെ അവർ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ രോമം വെച്ചുകൊണ്ടുള്ള തൊപ്പിയാണ്. അതേപോലെ തലയുടെ ആ രോമത്തൊപ്പിയുടെ താഴെ കാണുന്ന പല്ലുകൾ അത് പുലിപ്പല്ലിൻ്റെ പ്രതീകമാണ്. അത് ആങ്ങന്മാരുടെയൊക്കെ കഴുത്തിൽ ഈ പല്ല് നമുക്ക് കാണാം. അവിടെയുള്ള രാജാക്കന്മാരുടെ കഴുത്തിൽ ഈ പല്ല്, യഥാർത്ഥ പല്ലുകൾ കാണാം. ഇത് യഥാർത്ഥ പല്ലാണോ ഉള്ളത് അറിയില്ല. എത്രമാത്രം പുലികളെ പിടിക്കണമല്ലോ എത്ര പല്ല് കിട്ടണമെങ്കിൽ. അതേപോലെ തന്നെ ഇവർ ധരിച്ചിട്ടുള്ള ഈ താല പോലെയുള്ള ആഭരണം അത് കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടാവും. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ രാജാവിനെ, ചീഫ് ആങ്ങിനെ കാണാൻ പോയിരുന്നല്ലോ, ആ സമയത്ത് പറഞ്ഞിരുന്നു. ഇവർ പണ്ട് തല വെട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മറ്റുള്ള ശത്രുക്കളായിട്ടുള്ള ആളുകളെ ആക്രമിച്ച് അവരെ തലയറുത്ത് അവർ ഗോത്രത്തിലേക്ക് തിരിച്ചു വരും.
അപ്പോൾ വീരന്മാരായിട്ടാണ് അവരെ കാണുക. തലയറുത്ത് ഗോത്രത്തിലേക്ക് തിരിച്ചു വരുന്ന ആളുകളെ വീരന്മാരായിട്ടാണ് കാണുക. ആ വീര സാഹസികത കർമ്മം നിർവഹിച്ച ആളുകളെ ആദരിച്ചുകൊണ്ടാണ് അവർക്ക് എത്ര ആളുടെ തലയെടുത്തോ അത്രയും തലയുള്ള മാല അവർക്ക് അണിയിച്ചിരുന്നത്. ഇവര് ശത്രുക്കളായിട്ടുള്ള സ്ത്രീകളുടെ തലയറുത്തിട്ട് സ്വന്തം ഗോത്രത്തിലേക്ക് കൊണ്ടുവന്നാൽ ആ തലമുടി വെട്ടി ഇവർ വസ്ത്രത്തിൻ്റെ കൂടെ അലങ്കാരമായിട്ട് തുന്നിച്ചേർക്കുന്ന ഒരു രീതിയും അവർക്കുണ്ടായിരുന്നു. വളരെ വിചിത്രമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഇവർ. ഇവരുടെ ഇടയിലേക്ക് ക്രിസ്തുമതം വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ആചാരങ്ങളിൽ നിന്നും അവർ മോചിതരായിട്ടുള്ളത്. നമ്മൾ അറിഞ്ഞ പ്രകാരം 1999 ഒരു തലയറക്കൽ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വ്യാപകമായ രീതിയിൽ ആളുകൾക്കിടയിൽ പ്രചരിച്ചിട്ടില്ല. അത് യഥാർത്ഥത്തിൽ ഒരു തലയറുക്കുന്ന രൂപത്തിലുള്ള ഒരു യുദ്ധമായിരുന്നില്ല, അതൊരു കലാപം പോലെ ഉണ്ടായതായിരുന്നു. ആ കലാപത്തിലും കുറേ ആളുകളുടെ തല അറുത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ സെലിബ്രേഷൻ ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടി നാഗാലാൻഡ് മുഖ്യമന്ത്രി നീഫോ റിയോ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗമാണ് കാണുന്നത്. നമ്മൾ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയൊക്കെ വരുമ്പോൾ ഭയങ്കര ബന്ദോബസ്ത് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളൊരു ബന്ദോബസ്തൊന്നും ഇവിടെ കാണുന്നില്ല. ബ്ലാക്ക് കാറ്റ്സൊക്കെ ഉണ്ട്, അവർ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നിൽക്കുന്നത്. പോലീസുകാർക്ക് സല്യൂട്ട് സ്വീകരിച്ചു. നമ്മെ അങ്ങനെ തടഞ്ഞു നിർത്തുന്ന ഒന്നും ഇവിടെ കാണുന്നില്ല. നമുക്കൊക്കെ നല്ല രൂപത്തിൽ തന്നെ വീഡിയോ എടുക്കാൻ കഴിയുന്നുണ്ട്. ഹെലികോപ്റ്ററിൽ വരുന്ന സമയത്ത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിനി. ഫുള്ള് പൊടിക്കാറ്റ് ഇങ്ങോട്ട് വന്നിട്ട്
പുറകിലേക്ക് പോയി. ആ ഒരു വീഡിയോ അപ്പം എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അത് ഭയങ്കര നഷ്ടമായിപ്പോയി. നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു ഹെലികോപ്റ്റർ താഴേക്ക് വരുന്ന രംഗം. ഇനി ഈ പോലീസുകാർ അകമ്പടിയോടുകൂടി അദ്ദേഹം നേരത്തെ ട്രൈബ്സ് ആയിട്ടുള്ള ആളുകൾ നിന്നിരുന്ന ഭാഗത്തേക്ക് അവർ പോവുകയാണ്. മുഖ്യമന്ത്രി വരുന്നതോടനുബന്ധിച്ചാണ് നേരത്തെ ട്രൈബ്സ് വരിവരിയായി നിന്ന് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തല്ലോ, അത് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി അവർ നിന്നതാണ്. ഇനി അവരുടെ ഇടയിലൂടെ മുഖ്യമന്ത്രി അവർക്ക് അഭിവാദ്യം നേർന്നുകൊണ്ട് സാവധാനം മെയിൻ പ്രോഗ്രാം നടക്കുന്ന ഓപ്പൺ ഹാളിലേക്ക് മുഖ്യമന്ത്രി പോവാണ്. ഇവിടെ മുതൽ, ഇത് ചെറിയൊരു കുന്നാണ്, ഈ കുന്ന് മുതൽ ഈ ഓപ്പൺ ഹാള് ഉള്ള ആ ഒരു മൈതാനം വരെ ഈ ആളുകൾ, ഈ ട്രൈബ്സ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഭിവാദ്യം നേർന്ന് അവരിങ്ങനെ മുഖ്യമന്ത്രി യാത്ര തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ സ്വീകരിച്ചുകൊണ്ട് അവർ വളരെ രസകരവും താളാത്മകവുമായിട്ട് അവരവരുടെ നൃത്തരൂപം അവതരിപ്പിക്കുകയാണ്. വ്യത്യസ്ത ഗോത്രങ്ങൾ, ആ ഗോത്രങ്ങളുടേതായിട്ടുള്ള തനതായ നൃത്തരൂപങ്ങളാണ് അവർ പ്രദർശിപ്പിക്കുന്നത്. ഈ കോനിയാക്ക് ഗോത്രങ്ങളുടെ യഥാർത്ഥത്തിൽ 9 രാജാക്കന്മാരുടെ കീഴിലാണ്. ഓരോ രാജാവിനെയും ആങ് എന്നാണ് പറയാം. അതിലെ ചീഫ് ആങ്, അദ്ദേഹം ലോങ്വ വില്ലേജിലാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു, ലോങ്വ വില്ലേജിലെ രാജാവാണ് ചീഫ് ആങ്. ലോങ്വ വില്ലേജ് മ്യാൻമാറിലും അതേപോലെ തന്നെ ഇന്ത്യയിലും സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലേജാണ് ലോങ്വ വില്ലേജ്. അതിൽ 30ഓളം വില്ലേജുകൾ മ്യാൻമാറിൽ ആണ് ഈ രാജാവിൻ്റെതുള്ളത്. അതേപോലെ തന്നെ 5 വില്ലേജാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇങ്ങനെ 9ഓളം രാജാക്കന്മാർ, അവരുടെ ചീഫായിട്ടുള്ള സുപ്രീമായിട്ടുള്ള രാജാവ്, ഈ 9 രാജാക്കന്മാർക്കും അവർക്ക് കീഴിൽ ഓരോ വില്ലേജുകളും നിയന്ത്രിക്കാൻ പ്രത്യേക ചീഫ്റ്റൈൻ എന്ന് പറയല്ലോ, പ്രഭുക്കന്മാർ എന്ന് പറയല്ലോ, അതേപോലെ പ്രഭുക്കന്മാരുണ്ടാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും 9ഓളം ഇങ്ങനെയുള്ള രാജവംശത്തെ ആങ്ങന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് 9 മുറങ്ങളുണ്ട്. മുറങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആചാര അനുഷ്ഠാന രീതികൾ എങ്ങനെയാണ് എന്നുള്ള പ്രദർശിപ്പിക്കുന്ന ഇടങ്ങളെയാണ് മുറങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ ഈ മുറങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് ഇനി നമ്മൾ യാത്ര തിരിക്കുന്നത്. ഇതേ രൂപത്തിൽ പനയോല നല്ല കട്ടിയിൽ വെച്ചിട്ടാണ് ഓരോ മുറങ്ങളുടെയും മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത്. ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കാണാം ഒരു സിംഹം നമ്മളെ മിഥുനെ പിടിക്കുന്ന ഒരു രംഗമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇത് ഒരൊറ്റ തടിയിൽ അവർ കൊത്തിയെടുത്തതാണ് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. നമുക്ക് അതിൻ്റെ ചുറ്റുപാടും അവർ വേട്ടയാടുന്ന, അവരുടെ ചുറ്റുപാടുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ജീവികളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാം. ആ ചിത്രങ്ങളൊക്കെ അടുത്തുനിന്ന് ഞാനും നിവേദൊക്കെ വീഡിയോ ഒന്നുമല്ല എടുക്കാനുള്ള ശ്രമം നടത്തിയതാണ്. ഇപ്പോൾ ടുബു മോറാങ് എന്ന് പറഞ്ഞിട്ടുള്ള ടുബു വംശത്തിൻ്റെ ആ ഒരു ഗോത്രമല്ല, ഇവരുടെ ഈ രാജ വിഭാഗം, അവരുടെ മുറയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി ഇവിടെയുള്ള കുറേ മുറങ്ങളുടെ ചിത്രങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവരുടെ ഒരു അടുപ്പ് ഏകദേശം ഇതിൻ്റെ നടുവിലായിട്ടാണ് വരിക. ഓരോ മുറങ്ങളുടെയും നടുവിൽ, അവരുടെ വീടിൻ്റെ നടുവിലാണ് ഒരടുപ്പുണ്ടാവുക. നല്ല തണുപ്പ് കാലത്ത് അവർക്ക് തീ കാഴാനും അതേപോലെ തന്നെ ഉണക്ക മത്സ്യം, നായയുടെ ഇറച്ചി, പന്നിയിറച്ചി ഇതൊക്കെ ഉണക്കാനും ഒക്കെ ഈ അടുപ്പിൻ്റെ മുകളിലുള്ള ഭാഗമാണ് അവർ ഉപയോഗിക്കുക. ഇതാ ഈ മൂലയിലിരിക്കുന്നത് ആരാ നോക്കൂ, നമ്മുടെ മോഹൻലാലിൻ്റെ അക്കോസോട്ടിൻ്റെ കൂട്ടുകാർ. അക്കോസോട്ടിൻ്റെ അതേ രൂപമല്ലേ കണ്ടിട്ട്? ഇത് തന്നെ
ഈ ഗോത്രത്തിൻ്റെ ഒരു വീരസാഹസികതയെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മരക്കൊത്തുപണിയാണ്. അതിൻ്റെ മുകളിലുള്ളത് നമ്മുടെ കോണിയാക്ക് ഗോത്രത്തിലുള്ള ഒരാളാണ്. അദ്ദേഹം വാലിൽ പിടിച്ചിട്ട് നമ്മളെ ടൈഗറിനെ പിന്നെ ഉയർത്തുകയാണ്. ആ ചിത്രമാണ്. ഇനി അടുത്തൊരു മൊറയിൽ കയറിയതാണ്. ഇവിടെ നല്ല ഭക്ഷണം പാകം ചെയ്യണം. അതിനുള്ളിൽ ചോറാണ് കേട്ടോ. ചോറ് സ്റ്റിക്കി റൈസ് ഇത് അവർ എടുത്ത് സൂക്ഷിച്ച് വെക്കണം. അവിടെയുള്ള വന്ന അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മോട് കുറേ നിർബന്ധിച്ചിരുന്നു. ഈ ഒരു സ്ത്രീയാണ് നിർബന്ധിച്ചത്. ഇത് അവരുടെ ബാക്കിൽ കെട്ടി അവർ പിന്നെ കൊണ്ടുപോകുന്ന നടക്കുന്ന തലയിലൂടെ ഇട്ട് ബാക്കിലേക്കാക്കി കൊണ്ട് നടക്കുന്ന കൊട്ട പോലെയുള്ള സംഗതിയാണ്. ഇതാണ് ഒരു ചായ കുടിക്കാൻ ഉപയോഗിക്കുക. അവരുടെ ഒരു ബ്ലാക്ക് ടീ ഉണ്ട്, അത് കുടിക്കാൻ ഉപയോഗിക്കൽ അതാണ്. മുകളിലുള്ളത് അവർ തലയിൽ വെക്കുന്ന ഹോൺബെല്ലിൻ്റെ തൂവലും ഈ കരടി പോലെയുള്ള ഇതിൻ്റെ രോമമൊക്കെയാണത്. ഇവരാണ് ഈ തല എടുക്കേണ്ടി പോകുന്നത്. ഇതാണ് ലോങ് ഡ്രം. ഈ ലോങ് ഡ്രം ഓരോ വില്ലേജിലും ഉണ്ടാവും. മുറങ്ങളിലാണ് ഈ ലോങ് ഡ്രം ഉണ്ടാവുക. അവിടെ പ്രത്യേക ആഘോഷങ്ങൾ, ആചാരങ്ങൾ, ശത്രുക്കൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായ രൂപത്തിലാണ് അവരെ മുട്ടുക. അതിനിടയ്ക്ക് നിവേദിന് ഒരു ഫ്രണ്ടിനെ കിട്ടിയത്. ഈ ഫ്രണ്ട് നമ്മുടെ ലുലുമാളിലെ പേരകളിൽ വർക്ക് ചെയ്ത ഫ്രണ്ടാണ്. അപ്പോൾ അവനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ മൊറയത്തുനിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് അവർ നല്ല നൃത്തരൂപം, അതിന് പുറത്ത് നല്ല നൃത്തരൂപം കാണുന്നുണ്ട്. രസകരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതിന് ചുറ്റും ആളുകൾ ഈ നൃത്തരൂപം നോക്കി നിൽക്കുകയാണ്. സ്ത്രീകൾ ചുറ്റും നൃത്തം ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരായിട്ടുള്ള രണ്ടാളുകൾ ആ നൃത്തത്തിന് താളം പിടിച്ചു കൊടുക്കുകയാണ്.
Officials, dignitaries, invitees, and tourists, and people of ladies and gentlemen, it is indeed a moment of immense pride and joyous beginning here today to witness the inauguration ceremony which is complete. A vision that has now turned into reality. As the saying goes, behind every reality there is a dream. And every great dream രാജാക്കന്മാരുടെ നാട് എന്നറിയപ്പെടുന്ന ഈ മോൺ ഡിസ്ട്രിക്റ്റിലെ 8 രാജാക്കന്മാരെയും ഞങ്ങൾ ഓരോ മുറകളിലായിട്ട് കണ്ടു. ഇന്നലെ നമ്മൾ മെയിൻ ചീഫ് രാജാവിനെയും കണ്ടു. 9 രാജാക്കന്മാരെ കണ്ട് എന്നുള്ളത് യാത്രയിലെ വലിയൊരു സവിശേഷതയാണ്. എങ്ങനെയായാലും നമുക്ക് ഈ വില്ലേജുകളിൽ അവിടേക്ക് പോയിട്ട് ഈ ആളുകളെ കാണുക എന്നുള്ളത് പ്രയാസമാണ്. രാജാക്കന്മാരെ ഈ 9 രാജാക്കന്മാരെയും അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനും അവരുമായി സംവദിക്കാനും കഴിഞ്ഞ വളരെ അസുലഭമായ ഒരവസരമായിരുന്നു ഇത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഭാഗവും വ്യത്യസ്ത വിഭാഗങ്ങൾ ഈ 9 മുറങ്ങളിലും വൈവിധ്യപൂർണമായിട്ടുള്ള സംസ്കാരങ്ങൾ ഒരേ ട്രൈബാണ് എങ്കിൽ പോലും ഈ 9 മുറങ്ങളിലും വൈവിധ്യമായിട്ടുള്ള സംസ്കാരങ്ങളാണ് എന്നുള്ളത് വലിയ അത്ഭുതത്തോടു കൂടിയാണ് നമ്മൾ നോക്കിക്കണ്ടത്. അവർ യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന ലാംഗ്വേജ് അത് ഓരോ രാജാവിന് കീഴിലുള്ള വില്ലേജുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജാണ്. കട്ടിണ്ടല്ലേ ചോറിനാര് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്കിറങ്ങി. അവിടെ ഫുഡ് കോർട്ടുണ്ട്. അവരെ തനതായ വിഭവങ്ങൾ നിരത്തി വെച്ചിട്ടുള്ള ഫുഡ് കോർട്ടുകളാണ് ഓരോ ഫുഡ് കോർട്ടും. അവിടെ നിന്ന് ആളുകൾ ഭക്ഷണം രുചി അറിയുന്നുണ്ട്. പുറത്തുനിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. നമ്മുടെ ഹോൺബിൽ ഫെസ്റ്റിവലൊക്കെ വളരെ പ്രസിദ്ധമായ ഫെസ്റ്റിവലായതുകൊണ്ട് പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ വരും. ഇതിലെനിക്ക് തോന്നുന്നത് വിദേശികൾ എന്ന് പറയാൻ പറ്റില്ല, വളരെ കുറഞ്ഞ ആളുകളാണ്. പുറത്തുനിന്നുള്ള നമ്മെപ്പോലെ നാഗാലാൻഡിൻ്റെ പുറത്തുനിന്നുള്ള ആളുകളും വളരെ കുറവാണ്. ആ സമയത്ത് ഞങ്ങൾക്കും വിശന്നു തുടങ്ങിയിരുന്നു. ഞങ്ങളും അവിടെ നിന്ന് അവരുടേതായിട്ടുള്ള ഒരു ഭക്ഷണം എന്നുള്ള നിലക്ക് ഞങ്ങളൊന്ന് ഭക്ഷണം രുചിച്ച് നോക്കുകയാണ്. അത് വാങ്ങുന്ന തിരക്കിലാണ് ഞാൻ. ഈ തെരച്ചിലുകൾക്കിടയിൽ അവരുടെ തനത് ഭക്ഷണങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നോക്കിയത് കേട്ടിട്ടുണ്ടല്ലോ പട്ടിയിറച്ചി. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ കണ്ടു ഡോഗ് മീറ്റ് എന്നുള്ളത്. ഡോഗ് മീറ്റ് അവിടെ വിൽക്കുന്നുണ്ട്, 100 രൂപയാണ്. അത്
ഒന്ന് കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ മനസ്സിൽ എന്നും മായാത്ത മങ്ങാത്ത ഓർമ്മകളായിക്കൊണ്ട് അവിസ്മരണീയമായ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മോൻ നഗരത്തിലേക്ക് തിരിച്ചു യാത്ര തിരിഞ്ഞു. ഓക്കേ.